ഹായ് ഓൾ ഫ്രണ്ട്സ്, വെൽക്കം ടു MTM പൊളിറ്റിക്കൽ ടോക്ക്. ഇന്ന് വളരെ ഒരു പ്രധാനപ്പെട്ട ദിവസമാണ്. സെപ്റ്റംബർ 21 അന്താരാഷ്ട്ര സമാധാന ദിനമാണിന്ന്. നമ്മൾ ഈ കടന്നു പോകുന്ന കാലഘട്ടത്തിൽ ഈ സെപ്റ്റംബർ 21 അന്താരാഷ്ട്ര സമാധാന ദിനത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. തീർച്ചയായും രാജ്യങ്ങൾക്കിടയിൽ സമാധാനത്തിന്റെ ആശയങ്ങൾ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ 1981 മുതലാണ് ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയിൽ സമാധാനത്തിനായി ഒരു ദിനം എന്ന പ്രമേയം അംഗീകരിച്ചത്. ഇത് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം രൂപം കൊണ്ട ഐക്യരാഷ്ട്രസഭയുടെ പരമലക്ഷ്യം തന്നെ ലോക സമാധാനമായിരുന്നു. തീർച്ചയായും നമ്മൾ ഇന്ന് കടന്നു പോകുന്ന ഈ കാലഘട്ടത്തിൽ സമാധാനത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ലോകത്തിന്റെ എല്ലാ ഭാഗത്തും അസ്വസ്ഥതകൾ നിറഞ്ഞ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. തീർച്ചയായും സമാധാനമാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് എങ്കിലും നിർഭാഗ്യവശാൽ ലോകത്തിന്റെ പല കോണുകളിൽ നിന്നും സമാധാനം ഇല്ലാത്ത വാർത്തകളാണ് ദിവസവും എന്ന് പറഞ്ഞുകൂടാ, ഓരോ നിമിഷത്തിലും നമുക്ക് കേൾക്കേണ്ടതും കാണേണ്ടതും ആയി വരുന്നത്. നമ്മൾ AI യുഗത്തിലാണ് ഇപ്പോൾ ജീവിക്കുന്നത് എന്നത് യാഥാർത്ഥ്യമാണല്ലോ. എന്തും സൃഷ്ടിക്കുവാനും സങ്കല്പിക്കുവാനും സങ്കല്പത്തിനനുസരിച്ച് അത് മാറ്റിയെടുക്കുവാനും ഒക്കെ ഇന്ന് വിരൽത്തുമ്പിൽ നമുക്ക് സാധിക്കുന്നു. എന്നാൽ സമാധാനം ആഗ്രഹിക്കുന്നവർക്ക് അത് സൃഷ്ടിച്ചെടുക്കുവാൻ ഒരുപാട് സമയം വേണ്ടിവരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. സംഘർഷങ്ങൾക്ക് സമാധാനമായ പരിഹാരം അത് കാണാനും ശത്രുത അറുതി വരുത്തുവാനും ഈ ദിനം ഉപകരിക്കണം എന്നാണ് ഐക്യരാഷ്ട്രസഭ ആഹ്വാനം ചെയ്തിട്ടുള്ളത്. ലോകമെമ്പാടും ഇന്ന് ആചരിക്കുന്നത് ലോക സമാധാന ദിനമാണ്. സമാധാനം എന്നത് യുദ്ധമില്ലായ്മ മാത്രമല്ല, മറിച്ച് സ്നേഹം, കരുണ, ഐക്യം നിറഞ്ഞ ജീവിതം, ഇതൊക്കെയാണ് ഈ ദിവസത്തിന്റെ സന്ദേശം. തീർച്ചയായും പുഞ്ചിരിക്കുന്ന മുഖത്തോടു കൂടി പരസ്പരം ആശയങ്ങൾ കൈമാറുന്ന ഒരു ലോകത്തെയാണ് നമുക്ക് സ്വപ്നം കാണേണ്ടത്. ആ ഒരു ലോകത്തെയാണ് നമുക്ക് സൃഷ്ടിച്ചെടുക്കേണ്ടത്. ആ ഒരു ലോകത്തിന് വേണ്ടി ലോകത്തുള്ള മുഴുവൻ ജനങ്ങളും ഒന്നിച്ച് അണിനിരക്കുമ്പോഴാണ് ഒരു സമാധാനം ഇവിടെ പുലരുന്നത്. ഏകദേശം 800 കോടിയോളം ജനങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി വസിക്കുന്നു എന്നാണ് കണക്കാക്കുന്നത്. ഇത്രയും ജനങ്ങൾ ഒന്നിച്ചൊരു തീരുമാനത്തിൽ എത്തുക പ്രയാസകരവും ാണ്. എന്നാൽ സമാധാനത്തിന്റെ കാര്യത്തിൽ എല്ലാവരും ഒരേ ആശയങ്ങൾ മുന്നിട്ടിറങ്ങിയാൽ ലോക സമാധാനം നമുക്ക് നിലനിർത്താനാവും. രാജ്യങ്ങൾക്കിടയിൽ യുദ്ധം ഒഴിവാക്കുക, മനുഷ്യർക്കിടയിൽ സൗഹൃദം, ക്ഷമ, സഹകരണം വളർത്തുക, ഇതൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ യാഥാർത്ഥ്യത്തിലേക്ക് നമ്മൾ എത്തപ്പെടും. മതവിശ്വാസിയാണെങ്കിലും ക്ഷമയും സൗഹൃദവും പുഞ്ചിരിയും ഒക്കെ അവന് തീർച്ചയായും പ്രത്യക്ഷത്തിൽ ഉണ്ടാവും. അത് തന്നെ അവന്റെ ഹൃദയത്തിൽ നിന്ന് വരുന്നതുമായിരിക്കും. ഇനി മതവിശ്വാസിയല്ല എങ്കിലും അതും ഇത്രയും കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ പകർത്താൻ ശ്രമിച്ചാൽ തീർച്ചയായും ലോകത്തിന്റെ എല്ലാ ഭാഗത്തും സമാധാനം പുലരണം. അതിനു വേണ്ടി നമുക്ക് പ്രയത്നിക്കാം. അതിനുവേണ്ടി തന്നെയാണ് ഐക്യരാഷ്ട്രസഭ ഇങ്ങനെ ഒരു ദിനം ലോകത്തിന് 1981 മുതൽ സമർപ്പിച്ചത്. ലോകം അത് ഒട്ടുക്കും അത് ആചരിക്കുന്നതും ഈ സമാധാനം നിലനിർത്തുക എന്ന ലക്ഷ്യത്തിൽ തന്നെയാണ്. സമാധാനം ലോകത്തിന്റെ എല്ലാ ഭാഗത്തും പുലരേണ്ടത് നമുക്ക് ആവശ്യവുമാണ്. സമാധാനം നമ്മുടെ ഹൃദയത്തിൽ നിന്നാണ് ആദ്യം തുടങ്ങേണ്ടത്. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് തുടങ്ങി നമ്മുടെ കുടുംബത്തിലെത്തി, അത് നമ്മുടെ ഗ്രാമത്തിലെത്തി, അത് നമ്മുടെ നാട്ടിലെത്തി, അത് നമ്മുടെ സംസ്ഥാനത്തെത്തി, അത് നമ്മുടെ രാജ്യത്തിലെത്തി, അത് ലോകത്തേക്ക് പരക്കുകയാണ് സമാധാനം ചെയ്യേണ്ടത്. അതാണ് സമാധാനം. അങ്ങനെയാണ് സമാധാനം പകർന്ന് പന്തലിക്കേണ്ടത്. ആ സമാധാനമാണ് ഈ ഐക്യരാഷ്ട്രസഭ ആഹ്വാനം ചെയ്യുന്നത്. തീർച്ചയായും ലോകത്തിന്റെ എല്ലാ ഭാഗത്തും എല്ലാ കോണിലും
അസ്വസ്ഥതകളുടെ ഒരു ലോകമാണ് ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് സമാധാനത്തിന്റെ ലോകമാക്കി മാറ്റേണ്ടത് ഓരോ ലോകത്തിന്റെ ഏത് കോണിൽ വസിക്കുന്ന ഓരോ ആളുടെയും കടമയാണ്. ആ സമാധാനം നിലനിർത്തുന്നതിന് വേണ്ടി, ആ സമാധാനം ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളും തന്റെ ഹൃദയത്തിൽ നിന്ന് ആദ്യം സമാധാനം പുറത്തേക്ക് ഒഴുകുവാൻ താൻ പുഞ്ചിരിയുള്ള ഒരു മുഖം ലോകത്തിന് സമ്മാനിക്കുകയാണ് വേണ്ടത്. ആ പുഞ്ചിരിയുള്ള മുഖത്തിൽ നിന്നാണ് മറ്റുള്ളവരിലേക്ക് സമാധാനം എത്തപ്പെടുന്നത്. നാം വേറൊരാളെ കാണുമ്പോൾ നാം സമാധാനത്തോടെ കൂടി അദ്ദേഹത്തോട് പുഞ്ചിരിക്കുമ്പോൾ നമ്മുടെ മുഖത്ത് പ്രത്യക്ഷപ്പെടുന്ന ആ സമാധാനം അത് ലോകമൊട്ടുക്കും ആ പുഞ്ചിരിയിലൂടെ പരക്കുകയാണ്. അതൊരു പ്രകാശമാണ്. ആ പ്രകാശം ലോകം പുഞ്ചിരി ആയി മാറുകയാണ്. അവിടെ നിന്നാണ് നമുക്ക് സമാധാനം തുടങ്ങുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ഹൃദയത്തിൽ നിന്നാണ് സമാധാനം തുടക്കം ഇടേണ്ടത്. ഓരോ മനുഷ്യന്റെയും ഹൃദയത്തിൽ നിന്ന് സമാധാനം തുടങ്ങിയാൽ അത് ഗ്രാമങ്ങളിലും ജില്ലയിലും സംസ്ഥാനത്തും രാജ്യത്തും ലോകത്തൊട്ടുക്കും അത് വ്യാപിക്കുകയാണ്. അങ്ങനെയാണ് സമാധാനം തുടരേണ്ടത്, സമാധാനം നിലനിർത്തേണ്ടത്. സമാധാനം ആഗ്രഹിക്കുന്ന എല്ലാവരും ഈ ഹൃദയത്തിൽ നിന്ന് സമാധാനം തുടങ്ങുകയും അത് ലോകത്തൊട്ടുക്കും പരത്തുകയുമാണ് വേണ്ടത്. ഇതാണ് ലോക സമാധാന ദിനത്തിൽ നമുക്ക് മറ്റുള്ളവരുമായി പങ്കുവെക്കുവാനുള്ളത്. 1981 മുതൽ ആണ് ഐക്യരാഷ്ട്രസഭ ഈ ജനറൽ അസംബ്ലിയിൽ ഈ പ്രമേയം വന്നതും അത് അംഗീകരിച്ചതും അത് ലോകത്തൊട്ടുക്കും ആചരിച്ചു വരുന്നതും. തീർച്ചയായും ഈ ലോക സമാധാന ദിനത്തിന് നമുക്ക് ഇത്തരം സന്ദേശങ്ങൾ നമുക്ക് സ്വയം പ്രചരിപ്പിക്കുവാനും അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനും ലോകത്തിന്റെ എല്ലാ ഭാഗത്തും സമാധാനം നിലനിർത്തുവാനും നമ്മളാലാവുന്നത് ചെയ്യുക എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യത്തിലേക്കാണ് നമ്മൾ എത്തപ്പെട്ടിരിക്കുന്നത്. തീർച്ചയായും ലോകത്തിന്റെ എല്ലാ ഭാഗത്തും സമാധാനം നിലനിൽക്കട്ടെ, വരട്ടെ. സമാധാനമുള്ള ഒരു ലോകം, നമുക്ക് പരസ്പര വിദ്വേഷമോ ഒന്നുമില്ലാത്ത നല്ല സമാധാനമുള്ള ഒരു ലോകം നമുക്ക് മുഴുവൻ ആഗ്രഹിക്കാം എന്ന് കൂടി ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. താങ്കൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അഭിപ്രായ നിർദ്ദേശങ്ങൾ എന്താണെങ്കിലും അത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും ലൈക്ക് ചെയ്യാനും ഉറപ്പിക്കുകയാണ്. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഈ വീഡിയോ ഉപകാരപ്രദമാണ് എന്ന് തോന്നിയാൽ തങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്യുവാനും ഉറപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.